എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ശ്രീ VPP മുസ്തഫ, ഭരണവിരുദ്ധ വികാരമില്ലെന്നും തുടർഭരണം 2021-നേക്കാൾ മികച്ച വിജയത്തിൽ ഉറപ്പെന്നും CPM സംസ്ഥാന സമ്മേളനം ഉറപ്പിക്കുന്നത് എങ്ങനെയാണ്? പറയുന്നത് സമകാലീന കേരള രാഷ്ട്രീയ സാഹചര്യം വളരെ കൃത്യമായി നീതിപൂർവമായും നിഷ്പക്ഷമായും കാര്യങ്ങളെ വിലയിരുത്തുന്ന ആളുകളെ ബോധ്യപ്പെടുത്തുന്നത് ഒരു ഭരണവിരുദ്ധ വികാരമില്ല, ഇടതുപക്ഷത്തോട് വലിയ താല്പര്യം തന്നെയാണ് ഇപ്പോഴും കേരളത്തിലെ പൊതുസമൂഹം വെച്ചു പുലർത്തുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടല്ലേ അപ്പുറത്ത് നിങ്ങൾ നോക്കൂ, UDF-നകത്ത് പ്രത്യേകിച്ച് അതിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിൽ ഒരല്പം ചില പടലപ്പിണക്കങ്ങൾ ഉണ്ടായപ്പോൾ എത്ര ചടുലമായിട്ടാണ് ഇത്തവണ ഹൈക്കമാൻഡ് ഇടപെട്ടത്. അപ്പോ ഹൈക്കമാൻഡിന് ഉൾപ്പെടെ ബോധ്യമുണ്ട്, ഈ നിലയിൽ പോയാൽ ഇപ്പോഴുള്ള നിലയിലെങ്കിലും കേരളത്തിലെ കോൺഗ്രസിനെയും UDF-നെയും പിടിച്ചു നിർത്താൻ വേണ്ടി കഴിയും. ഭരണമാറ്റമല്ല അവർ പറയുന്നത്, ഈ ഇപ്പൊ ഉള്ള സ്ഥിതിയെങ്കിലും പിടിച്ചു നിർത്താൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. നമ്മുടെ നിലവിൽ മുന്നിൽ നിൽക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിന് തന്നെയായിരിക്കും ഒരു തുടർഭരണത്തിന്റെ തുടർച്ച ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് കാണാൻ വേണ്ടി കഴിയുന്നു. ഇവിടെ തലയ്ക്ക് തീ പിടിച്ചിരിക്കുമ്പോൾ ഒരുമാതിരി ഓനെ വർത്താനം പറഞ്ഞു. ശ്രീ VPP മുസ്തഫ, ഇനി പ്രതിപക്ഷം പറയുന്നതല്ലെങ്കിൽ പോലും കേരളത്തിൽ ഞങ്ങൾ അല്പം മുൻപ് കൊടുത്ത വാർത്തയിലും കേരളത്തിൽ ലഹരി വ്യാപനം രൂക്ഷമാണ്. യുവാക്കൾക്കിടയിൽ ലഹരിയുടെ വ്യാപനം മൂലമുള്ള അതിക്രമങ്ങൾ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്ത് നമുക്ക് തന്നെ മടുക്കുന്ന അവസ്ഥയാണ്. അതൊക്കെ നാട്ടുകാർക്കറിയാവുന്ന കാര്യമല്ല അല്ലേ? അത്തരം യാഥാർത്ഥ്യങ്ങളൊക്കെ ഉണ്ട്. ആ യാഥാർത്ഥ്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ ഉള്ള ഇപ്പോൾ പറയുന്നത് പോലെ ബോധപൂർവമായ ശ്രമമാണ്. ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് സ്വാഭാവികമായി പറയുന്നത് മനസ്സിലാക്കാം. പക്ഷേ സംസ്ഥാന സെക്രട്ടറി, പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഊന്നുന്നത് തന്നെ ഭരണ തുടർച്ച ഉണ്ടാകും, ഇവിടെ ഭരണവിരുദ്ധ വികാരമില്ല എന്ന വാചകത്തിലാണ്. അതൊരു PR തീരുമാനമാണോ? കാര്യങ്ങൾ സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അല്ല, പബ്ലിക് റിലേഷൻസ് ബന്ധങ്ങൾ ആർക്കാണ് ഉള്ളത് എന്ന് ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ളതിൽ നിങ്ങൾക്കറിയാം. നമ്മൾ കണ്ടതാണല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പബ്ലിക് റിലേഷൻസ് ബന്ധവും ഏജൻസി ഇന്റർവ്യൂ, അതിനെ തുടർന്ന് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ ഓർമ്മയുണ്ട്. അല്ല, ഷാനി വളരെ വികൃതമായിട്ട് കാര്യത്തെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു PR മുഖ്യമന്ത്രിക്ക് ഇല്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ശരി, അങ്ങനെയാണെങ്കിൽ ആ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ വ്യാഖ്യാനിക്കാതിരിക്കാൻ താങ്കൾക്ക് അതിന്റെ വ്യക്തത ഒന്ന് വരുത്തി പോകാമോ? താങ്കൾ തന്നെ ഉന്നയിച്ച പ്രശ്നമാണല്ലോ, ആർക്കാണ് PR ബന്ധമുള്ളത് എന്ന്. മുഖ്യമന്ത്രിയുടെ ഈ ദ ഹിന്ദു അഭിമുഖത്തിന്റെ PR ഏജൻസി ബന്ധം എന്തായിരുന്നു എന്ന ചോദ്യത്തിന്റെ അവസാനത്തെ ഉത്തരം നമുക്ക് കിട്ടിയിട്ടില്ല, പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അല്ലല്ല, മനോരമയ്ക്ക് കിട്ടില്ലാന്നേ. കാരണം താങ്കൾ പറഞ്ഞോളൂ, കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞാൽ മതി. മനോരമയെ വിട്ടേക്കൂ. വാർത്ത ഇറങ്ങിയല്ലോ ശ്രീ മുസ്തഫ, താങ്കൾക്ക് കേരളത്തിലെ ജനങ്ങളോട് നേരിട്ട് പറയാം, തത്സമയമല്ലേ. താങ്കൾ പറഞ്ഞോളൂ, മനോരമയെ വിട്ടേക്കൂ. മുഖ്യമന്ത്രിയുടെ PR ബന്ധത്തിന്റെ അവസാനത്തെ ഉത്തരം എന്താണ് പാർട്ടിക്ക് കിട്ടിയത്? ശരിക്കും എന്താണ് സംഭവിച്ചത്? ഉത്തരം പറ. അല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് ജനങ്ങൾ വിശ്വാസത്തിലെടുത്തിട്ടുണ്ട്, അതിൽ യാതൊരു തർക്കവുമില്ല. അതേസമയം മനോരമയ്ക്ക് കിട്ടില്ല. ഇടതുപക്ഷത്തിന് ഒരു PR-ഉം ഇല്ല. ഉള്ള PR ആരുടേതാണ് എന്ന് ഷാനിക്കറിയാം, പക്ഷെ അത് പറയാൻ വ്യക്തിപരമായിട്ട് ഷാനിക്കാവില്ല, കാരണം മനോരമയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട്. എനിക്കുള്ള പരിമിതി അംഗീകരിച്ചുകൊണ്ട് ശ്രീ VPP മുസ്തഫയ്ക്ക് പറയാം, PR ഏജൻസി ആർക്കാണുള്ളത് എന്ന് നമുക്കറിയാമല്ലോ എന്ന ചോദ്യം ഈ ചർച്ചയിൽ താങ്കളാണ് ഉന്നയിച്ചത്. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു ചോദിച്ചത്. മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം വർഗീയമായി പ്രചരിപ്പിക്കുന്ന രീതിയിൽ എങ്ങനെയാണ് ഒരു ദേശീയ ദിനപത്രത്തിൽ ഉൾപ്പെട്ടത്? അതിൽ PR ഏജൻസിയുടെ പങ്ക് എന്തായിരുന്നു എന്ന് കേരളത്തിന് അറിയാമെന്ന് താങ്കൾ പറഞ്ഞു. ഞാനും കേരളത്തിൽപ്പെട്ട ആളാണ്, എനിക്കറിയില്ല. താങ്കൾക്ക് പറഞ്ഞു തരാമോ? ഇവൻ ശരിയല്ല. ഷാനി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിലൂടെയും നിയമസഭയിലെ പ്രതിപക്ഷത്തിന്റെ ചർച്ചകൾക്കുള്ള മറുപടിയിലൂടെയും അക്കാര്യം വ്യക്തമാക്കിയത് കേരളത്തിലെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, വ്യക്തമാക്കിയത് എന്താണ് എന്ന് ബോധ്യമായിട്ടില്ല. ഞാനും കേരളത്തിൽപ്പെട്ട ആളാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. താങ്കൾ ഒന്നുകൂടി പറഞ്ഞോളൂ, എന്താണ് വ്യക്തമായത്? PR ഏജൻസി, മുഖ്യമന്ത്രിയും ആ PR ഏജൻസിയും ആ അഭിമുഖവും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? അല്ല, ഞാൻ ഒരു കാര്യം പിന്നെ ചെയ്യണം. എനിക്കിപ്പോ മറുപടി പറയേണ്ടത് അവർ പറഞ്ഞ 2 വിഷയങ്ങൾക്കാണ്. താങ്കൾ ബോധപൂർവം അതിന് മറുപടി പറയാം, പിന്നെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങ് സ്കിപ്പ് ചെയ്തു പോകും, അവർക്കുള്ള മറുപടി ഇല്ലാതാകും. നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. ഇല്ല, ഇത് ഒറ്റ മിനിറ്റിൽ പറഞ്ഞാൽ മതി. ഒറ്റ മിനിറ്റിൽ താങ്കളായിട്ട് ഉന്നയിച്ച എടുത്തിട്ട ഒരു വിഷയമാണല്ലോ, അത് വ്യക്തത വരുത്തി പോകുന്നതല്ലേ നല്ലത്. പടച്ചവനെ തീവണ്ടിക്കാണല്ലോ തല വെച്ചത്. അത് തന്നെയാണ് പിന്നെ നിങ്ങളുടെ വക്രോക്തി എന്ന് പറയുന്നത്.
PR എന്ന് പറയുന്ന വാക്ക് ഞാനാണോ ഈ ചർച്ചയിൽ ആദ്യം എടുത്തിട്ടത്? ഞാനാണ്. ആരാണ് എടുത്തിട്ടത്? ഞാനാണ്. അതൊരു PR തന്ത്രമാണോ എന്നാണ് ചോദിച്ചത്. ആർക്കാണ് PR ബന്ധമെന്ന് നമുക്കറിയാമല്ലോ എന്ന ചോദ്യം എടുത്തിട്ട് താങ്കളാണെന്നാണ് ഞാൻ പറഞ്ഞത്. എന്താ ഉറക്കം വരുന്നു. ശ്രീ VPP മുസ്തഫ, താങ്കൾ പറഞ്ഞ പോലെ സമയം വെറുതെ കളയണ്ട. ആർക്കാണ് PR ബന്ധമെന്ന് അറിയാമല്ലോ എന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു മുഖ്യമന്ത്രിയുടെ PR ബന്ധത്തെ കുറിച്ചാണ് താങ്കൾ പറയുന്നതെന്ന്. അങ്ങനെയല്ലെന്ന് താങ്കൾ പറഞ്ഞു. ശരി, അപ്പോൾ മുഖ്യമന്ത്രിയുടെ PR അന്നത്തെ ആരോപണം നമ്മുടെ മുന്നിലുണ്ട്. അതിൽ 1 മിനിറ്റ് കൊണ്ട് വ്യക്തത വരുത്തിക്കോളൂ. നമുക്ക് സമയം കളയണ്ട. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. നിങ്ങളുടെ ഈ വക്രോക്തി ഒന്നും നടക്കില്ല. താങ്കളാണ് എന്നോട് ആദ്യം പറഞ്ഞത് PR ബന്ധം ഏതാണ് എന്ന ചോദ്യം ഉന്നയിച്ചത്. എന്നിട്ട് താങ്കൾ എന്നോട് ഇപ്പൊ രണ്ടാമത് ഇപ്പൊ ഈ ഘട്ടത്തിൽ ചോദിക്കുകയാണ്, നിങ്ങളല്ലേ PR ഏജൻസിയെ കുറിച്ച് പറഞ്ഞത്, അതുകൊണ്ട് അതിനെ കുറിച്ച് വ്യക്തത വരുത്തൂന്ന്. അതിനൊന്നും ഇല്ലേ? താങ്കൾ പറഞ്ഞ PR ബന്ധം ഏത് എന്ന ചോദ്യത്തിനാണ് ഞാൻ ഉത്തരം പറഞ്ഞത്. അത് വളരെ കൃത്യമാണ്. കേരളത്തിൽ PR ഏജൻസികളെ നിയോഗിക്കുന്നത് ഏത് പാർട്ടിയാണ്, ഏത് മുന്നണിയാണ് എന്ന് കേരളത്തിലെ ബഹുജനങ്ങൾക്കറിയാം. അത് കൃത്യമാണ്. അവിടെ ആ ഉത്തരം തീർന്നു. ആ ഉത്തരത്തെ പിന്നെ ഞാൻ ഉദ്ദേശിച്ചത്, അതായത് ഷാനി ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രിയുടേതാണ് എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് കൊണ്ടുപോയത് നിങ്ങളാണ്. അല്ലാതെ മുഖ്യമന്ത്രിയെ കുറിച്ച് ഞാനല്ല പറഞ്ഞത്. നിങ്ങളാണ് അതിലേക്ക് വലിച്ചിടാൻ ശ്രമിച്ചത്. വേണ്ട വേണ്ടെന്ന് വിചാരിക്കുമ്പോ കളിക്കാൻ നീ എന്റെ സ്വഭാവം. ഇവിടെ കേരളത്തിലെ UDFന്റെ നേതാക്കളുടെ PR ബന്ധത്തെ കുറിച്ചുള്ളത് നിങ്ങൾക്ക് മറച്ചു വെക്കണം. അതിനു വേണ്ടിയിട്ട് തേഞ്ഞു മാഞ്ഞു പോയ പഴയ ഈ ഹിന്ദു മുഖപത്രത്തിന്റെ ഹിന്ദു ഇന്റർവ്യൂവിന്റെ കാര്യം എടുത്തുകൊണ്ട് വന്ന് വീണ്ടും യഥാർത്ഥ വിഷയത്തെ മറച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മനസ്സിലാക്കി കളഞ്ഞ ജ്യോതികുമാർ ചാമക്കാല. ഇവിടെ VPP മുസ്തഫ താങ്കളോട് ചോദ്യം ചോദിച്ചു. താങ്കൾ PR തീരുമാനമാണെന്ന് ചോദിച്ചു. PR ബന്ധങ്ങൾ ആർക്കാണ് ഉള്ളതെന്ന് മാധ്യമപ്രവർത്തക എന്ന നിലയിൽ താങ്കൾക്ക് അറിയാമല്ലോ എന്നായിരുന്നു CPMന്റെ പ്രതിനിധിയുടെ ചോദ്യം. ആ ചോദ്യം വടി കൊടുത്ത് അടിമേടിച്ചതുപോലെ ആയാലും ഈ ചർച്ചയിൽ വടി കൊടുത്ത് അടിമേടിക്കുക എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ എന്താണ്? എന്റെ ഏതെങ്കിലും ഒരു കുട്ടികൾ എന്നോട് ഉദാഹരണം ചോദിച്ചാൽ ഞാൻ ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കൊടുത്താൽ മതി, അതിൽ വ്യക്തമാവും വടി കൊടുത്ത് അടിമേടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. എന്തായിരുന്നു ഈ PR ഏജൻസിയിൽപ്പെട്ടവരുടെ അവിടെ ഉണ്ടായിരുന്ന, ഡൽഹിയിൽ ഉണ്ടായിരുന്ന, കേരള ഹൗസിൽ ഉണ്ടായിരുന്നപ്പോൾ പിണറായി വിജയനോടൊപ്പം ഈ ഇത്തരത്തിൽ ഈ മാധ്യമത്തിന്, ഈ പറയുന്ന ഹിന്ദു എന്ന് പറയുന്ന പത്രത്തിന് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അവരുടെ പ്രസൻസ് എന്തിനായിരുന്നു? അവർ ആരായിരുന്നു? ഇതുവരെ വിശദീകരിക്കാൻ VPP മുസ്തഫയ്ക്കല്ല, CPMന്റെ ഒരാൾക്ക് പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങൾക്കെതിരായിട്ട് എന്താ അന്വേഷണം നടത്തിയിട്ടുണ്ട്. KPCക്ക് റിപ്പോർട്ട്. അതിനെ സംബന്ധിച്ച് പാർട്ടി നേരിട്ട് ഇടപെട്ട് തന്നെ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇത് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾക്കുൾപ്പെടെ. നിങ്ങളുടെ മുഖ്യമന്ത്രി കഴിയുമോ ഇങ്ങനെ നോട്ടീസ് അയക്കാൻ? ഇങ്ങനെ പിന്നെ 2 പേർ വഴിയെ പോയോ 2 പേർ കയറി ഇരുന്ന് ഇന്റർവ്യൂ നടത്തിയതിനെ സംബന്ധിച്ച് നോട്ടീസ് അയക്കാൻ കഴിയുമോ? താങ്കൾ പറഞ്ഞു ഈ മാസം 3-ാം തീയതി 4-ാം തീയതി KSRTC ശമ്പളം കൊടുത്തു. ഞാൻ താങ്കളോട് ഒറ്റ ചോദ്യം ചോദിക്കട്ടെ? വേണ്ട. കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ KSRTC പോലെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ എത്ര പേർക്ക് PSC വഴി നിയമനം നൽകിയിട്ടുണ്ട്? താങ്കൾക്കൊന്ന് പറയാമോ? ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ KSRTCയിലായിരുന്നു തൊഴിൽ ലഭിച്ചിരുന്നതെങ്കിൽ കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ KSRTCയിൽ PSCയിലൂടെ നിയമനം നൽകിയിട്ടുള്ള ഒരാളുടെ പേരൊന്ന് പറയാമോ VPP മുസ്തഫ? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. KSRTC എത്ര ഷെഡ്യൂളുകൾ വെട്ടിക്കുറച്ചു എന്ന് താങ്കൾക്കറിയാമോ? എന്നിട്ടും വന്ന് പറയുന്നത് ഇപ്പോഴും എങ്ങനെയാ നിങ്ങൾ കൊടുത്തത്? എങ്ങനെയാ ശമ്പളം കൊടുത്തത്? താങ്കൾക്ക് അറിയാമോ? അതുകൊണ്ട് പറഞ്ഞില്ലല്ലോ താങ്കൾ. 100 കോടി രൂപ നിങ്ങൾ വായ്പ എടുത്ത് ശമ്പളം കൊടുക്കുന്നു, അല്ലെ? കടമെടുത്ത് ശമ്പളം കൊടുക്കുന്നു. കഷ്ടം. നിങ്ങളുടെ പ്രകടന പത്രികയിലല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് പിന്നെ റബ്ബറിന് 250 രൂപ കൊടുക്കുന്നു. കേന്ദ്രം പലപ്പോഴും നെല്ലിന് താങ്ങുവില വർദ്ധിപ്പിക്കുമ്പോഴെല്ലാം നിങ്ങൾ താങ്ങുവില കുറച്ചുകൊണ്ട് ആ താങ്ങുവിലയുടെ കേന്ദ്രത്തിന്റെ വർധനവ് പോലും ഈ സാധാരണക്കാർക്ക് ലഭിക്കാത്ത രീതിയിൽ നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ? ഒരു മര്യാദ വേണ്ടേ? നിങ്ങളുടെ പ്രകടന പത്രികയിലല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് പിന്നെ റബ്ബറിന് 250 രൂപ കൊടുക്കുന്നു? ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റുമോ? ഞങ്ങളത് പറയുമ്പോൾ പാടി പഴകിയതാണെന്ന് പറഞ്ഞ കാര്യമുണ്ടോ? റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കുമെന്ന് നിങ്ങളുടെ പ്രകടന പത്രിക പറഞ്ഞതല്ലേ? എന്തിനേറെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ജീവനക്കാർക്ക് കൊടുത്ത ഉറപ്പ് നിങ്ങൾക്ക് പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ശ്രീ VPP മുസ്തഫ, ഈ ചോദ്യത്തിൽ ഏതെങ്കിലും ഒന്നിന്റെ ഉത്തരം വസ്തുതാപരമല്ല. ആ ചോദ്യം വസ്തുതാപരമല്ല, തീർത്തും രാഷ്ട്രീയമാണ്, പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയം മാത്രമാണെന്ന് CPMന് നിഷേധിക്കാൻ കഴിയുമോ? ഇവിടെ PR-ന്റെ കാര്യം വീണ്ടും പറഞ്ഞല്ലോ. ബാംഗ്ലൂരിലെ PR കമ്പനിയുടെ ആള് വന്നിട്ട് ഏത് പാർട്ടിയുടെ യോഗത്തിലായിരുന്നത്? നമുക്ക് മുഖ്യമന്ത്രിയുടെ കാര്യത്തിലുള്ള ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അത് അവിടെ നിർത്തുന്നതല്ലേ നല്ലത്? മുസ്തഫ ഞാൻ പറയാം, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കേസ് കൊടുക്കുമോ? ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് ഇല്ലാത്ത വാർത്തകൾ പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ ഞങ്ങൾ ഇപ്പൊ കേസ് കൊടുത്തിരിക്കല്ലേ? തിരിച്ച് ഞങ്ങൾ ചോദിക്കുന്നത്
സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹി കേരള ഹൗസിലിരുന്ന് ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുത്തപ്പോ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവർ ആരൊക്കെയാണ്, എന്തിനായിരുന്നു അവരുടെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നത്, ഈ ഇന്റർവ്യൂ ആരാണ് അറേഞ്ച് ചെയ്തത്, ഇതിനെ സംബന്ധിച്ചുള്ള ചോദ്യം ഈ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞുകൂടെ എന്നാണ് മുഖ്യമന്ത്രി തന്നെ അന്ന് പറഞ്ഞു. എനിക്കൊരു PRANCയും ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഇല്ല എന്ന് തന്നെ പറഞ്ഞത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ ഒരു PR ഏജൻസി ഉണ്ടായിരുന്നു, അത് ലോകം അറിഞ്ഞു. ഇതൊരു നടത്തു പോണ മാതിരില്ല. അത് ആര് കൊണ്ടുവന്നു? ആ ചോദ്യത്തിന് ഉത്തരവില്ല. ആ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞതാണ് മുഖ്യമന്ത്രി തന്നെ. ഹിന്ദു പത്രത്തിന്റെ പ്രതിനിധിയുടെ കൂടെ ആളുണ്ടായിരുന്നു. ഇത് മുഖ്യമന്ത്രി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അല്ലാതെ മുഖ്യമന്ത്രി കൊണ്ടുവന്ന ഹിന്ദു പത്രം പറഞ്ഞ എന്താണ്? ഹിന്ദു പത്രം പറഞ്ഞ എന്താണ്? ഹിന്ദു പത്രത്തിന്റെ ഇപ്പോഴും ആ കുറിപ്പ് ആ പത്രം പിൻവലിച്ചിട്ടില്ല, നിഷേധിച്ചിട്ടില്ല. അങ്ങനെ തടസ്സപ്പെടുത്തല്ല. അല്ല, താങ്കൾ പറയുന്നത് അർദ്ധസത്യം മാത്രമാണ്. കംപ്ലീറ്റ് ചെയ്തോളൂ. പക്ഷെ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഉചിതമായിരിക്കും. താങ്കൾ തന്നെയാണ് വീണ്ടും ഇതിലേക്ക് വന്നത് എന്നതുകൊണ്ട്. ഞാനല്ല വന്നത്. വീണ്ടും താങ്കൾ, എനിക്ക് ഖേദമുണ്ട് അങ്ങനെ പറയേണ്ടി വരുന്നത്, താങ്കൾ വക്രീകരിച്ച് പറയുകയാണ്. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. എന്റെ സംഭാഷണത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോൾ ശ്രീ ജ്യോതികുമാർ ചാമക്കാലയാണ് പറയുന്നത് മുസ്തഫ പറയുന്നത് ശരിയല്ല PRANCയെ സംബന്ധിച്ച്. അതുകൊണ്ട് ഇപ്പൊ എന്താ? സ്വാഭാവികമായിട്ടും ജ്യോതികുമാർ അങ്ങനെ പറഞ്ഞാൽ എന്റെ ടേൺ വരുമ്പോൾ ഞാൻ ആ കാര്യം വിശദീകരിക്കണ്ടേ? വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ വിശദീകരിക്കുക, അതാണ് താങ്കളോട് അഭ്യർത്ഥിക്കുന്നത്. ഇങ്ങനെ പോകുന്നത് ശരിയല്ല. ഇല്ല, ഞാൻ ഇടപെടില്ല. താങ്കൾ പറഞ്ഞോളൂ. ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ താങ്കൾക്ക് എത്ര സമയം വേണമെന്ന് താങ്കൾ പറഞ്ഞോളൂ. ഞാൻ ഇടപെടില്ല. പക്ഷെ ഈ ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കണം. എന്തൊരു ചർച്ചയാണിത്? എന്തൊരു ചർച്ചയാണ്? കേൾക്കുന്നതാണല്ലോ, തത്സമയമല്ലേ ശ്രീ VP മുസ്തഫ? എല്ലാരും കേൾക്കുകയല്ലേ? ഞാൻ പറഞ്ഞല്ലോ, താങ്കളുടെ എത്ര സമയം വേണം ഈ ചോദ്യത്തിന് ഉത്തരം പറയാനെന്ന് താങ്കൾ പറഞ്ഞോളൂ. ഞാൻ ഇടപെടില്ല. ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. അങ്ങനെയല്ലേ? എന്താ വെച്ചാൽ ഒരു മര്യാദയുടെ പ്രശ്നം എന്താ വെച്ചാൽ, ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ വാചകം പൂർത്തീകരിക്കാൻ സമ്മതിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ചോദ്യങ്ങളെ അല്ല പേടിക്കുന്നത്. അങ്ങനെ ഒരു പേടിയുമില്ല. സംശയമൊന്നുമില്ലല്ലേ? ശ്രീ മുസ്തഫ ഇടപെടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ശ്രീ VP മുസ്തഫ ഇടപെടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അർദ്ധസത്യം പറഞ്ഞ് താങ്കൾ അത് ശരിയാണെന്ന് പറഞ്ഞു പോവുകയാണ്. വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ, ചൂടെടുക്കുന്നുണ്ടോ? അങ്ങനെയല്ല. നോക്കൂ, ഞാൻ ഈ ഒരു മുക്കാൽ മണിക്കൂറിനിടയിൽ താങ്കൾക്ക് ഇത് വിശദീകരിക്കാൻ എത്ര സമയമുണ്ട്? താങ്കൾ ഇതുവരെയും അത് വിശദീകരിച്ചിട്ടില്ല. കാരണം അതിന്റെ ഉത്തരം താങ്കൾക്കും അറിയില്ല. നമുക്ക് വേണമെങ്കിൽ ആ വിഷയം വിടാം. പക്ഷേ അത് വിശദീകരിക്കാൻ അവസരം തന്നില്ല എന്ന് മാത്രം താങ്കൾ പറയരുത്. ഈ PRANC ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹിന്ദു പത്രമാണ് വിശദീകരിക്കേണ്ടത്, മറുപടി പറയേണ്ടത് എന്ന് കൃത്യമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. അതെല്ലാവർക്കും ആ മറുപടി അറിയാം. മനോരമയ്ക്ക് അറിയില്ല എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാ? നിങ്ങൾക്ക് ഇത് ബോധ്യപ്പെടില്ല. കാരണം നിങ്ങൾക്ക് ഇടതുപക്ഷത്തെ പിണറായിയെ ഒരു പ്രത്യേക ഫോക്കസിൽ നിർത്തണം. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഇപ്പോഴും അദ്ദേഹം പറയുന്നത് ജ്യോതികുമാർ പിണറായിയാണ് പാർട്ടിയെ നയിക്കുന്നത്, പിണറായിയാണ് എല്ലാം. നിങ്ങൾ ഇത് തന്നെയല്ലേ ജ്യോതികുമാർ 21 തെരഞ്ഞെടുപ്പ് സമയത്തും പറഞ്ഞത്? ഇങ്ങനെ മാത്രമല്ലല്ലോ പറഞ്ഞത്, പിണറായിയെയും കുടുംബത്തെയും എത്ര മോശമായിട്ട് പറഞ്ഞു. ഇടതുപക്ഷത്തിൻ്റെത് ഈ പറഞ്ഞ നവകേരള വികസന കാഴ്ചപ്പാടോടുകൂടി കേരളത്തെ പുതിയ കാലത്ത്, പുതിയ നൂറ്റാണ്ടിൽ, പുതിയ തലമുറയുടെ അഭിരുചികൾക്കനുസരമായി ലോകത്തിനു മുന്നിൽ കൂടുതൽ ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ. ഇപ്പൊ തന്നെ കേരളം ലോകത്തിന് മുന്നിൽ ഉയരത്തിലാണ്. അത് കൂടുതൽ ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിൽ CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. നിനക്കതൊക്കെ എങ്ങനെ സാധിക്കും? അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വന്നതുപോലെ ഇങ്ങനെ പലരും കോൺഗ്രസിന്റെ കേരളത്തിലെ UDF-നോട് ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.